ലോകത്തിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു സ്ഥലമായിരുന്നു ഈ വിജയനഗര സാമ്രാജ്യം. വിജയനഗര എംപയർ. ഇത് ഗൈസ് അങ്ങനെ നമ്മള് ഹംപിയിലെ ആദ്യത്തെ ഡേ ആട്ടോ, ഫസ്റ്റ് ഡേ ആണ്. ഇനി അങ്ങോട്ടുള്ളത് വലിയ വലിയ കഥകളാണ്. ഇതിനു മുന്നേ ഞാൻ എത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ അമ്പലത്തിന്റെ കവാടം. എന്റെ മോനെ, ഇവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ, ചെക്കിങ് ഉണ്ട്. ഇനി റൂമാണ് കേട്ടോ, റൂമും റെന്റ് ബൈക്കും നോക്കി പോകണം. അതിനു മുന്നേ ഞാൻ എത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് വീരപക്ഷ ടെമ്പിൾ. എല്ലാം ഒരുപാട് കാണാനുണ്ട് ഇല്ല റോഷ? ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. നമ്മുടെ വിരുപക്ഷ ടെമ്പിളിന്റെ ഫ്രണ്ടിലിട്ടോ എന്റെ മോനെ ചരിത്രം വെള്ളയാടി നടക്കുന്ന വിരുപക്ഷ ടെമ്പിൾ. ഗൈസ് അങ്ങനെ നമ്മള് ഹംപിയിൽ എത്തിയിട്ടോ. എന്റെ 4 വർഷത്തെ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയാണ് ഹംപി. ഇപ്പോൾ വിരുപക്ഷ ടെമ്പിളിന്റെ ഇതാണോ അമ്പലത്തേക്ക് കയറാം. നമ്മള് പിന്നെ ബാഗ് ലഗേജ് ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിനുള്ളിലേക്ക് കയറാം. ആ അമ്പലത്തിന്റെ കവാടം. എന്റെ മോനെ, ഇവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ, ചെക്കിങ് ഉണ്ട്. അങ്ങനെ നമ്മൾ വിരുപക്ഷ ടെമ്പിളിന്റെ ആ ഒരു ചെറിയ വലിയ കവാടം കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഇനി അങ്ങോട്ടുള്ളത് വലിയ വലിയ കഥകളാണ്. കാരണം ഓരോ ചുമരിലെ ഓരോ ചെറിയ കല്ലിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമുക്ക് അമ്പലത്തിൽ ഇപ്പോൾ തൊഴാട്ടോ. ഇവിടെ പ്രതിഷ്ഠ ഉള്ളത് പരമശിവനാണ്. പരമശിവന്റെ രൂപമായിട്ടുള്ള വിരൂപ എന്നുള്ള പ്രതിഷ്ഠയാണ്. അപ്പോ എന്റെ മോനായടാ, ഇത് എന്താണത് ആർക്കിടെക്ചർ, എന്ത് സാധനമാണ്. അതിന്റെ ഓരോ കല്ലിലും ഓരോ മറ്റേ ദൈവങ്ങളെ ചിത്രം ഇങ്ങനെ പണിത് വെച്ചിട്ട് കേട്ടോ. കണ്ടോ, ഇത് വിഷ്ണുവിന്റെ നമുക്ക് മനസ്സിലാവുന്നൊക്കെ വിഷ്ണു, അവിടെ വേറെ വിഷ്ണു കുറെ ഉണ്ട്. ഈ അമ്പലത്തിനകത്ത് പിന്നെ മൊബൈൽ മാത്രമേ അലൗഡ് ഉള്ളൂ. മറ്റുള്ള ഡ്രോൺ ക്യാമറ തുടങ്ങിയിട്ടുള്ള ഒരു സംഗതികളും അലൗഡ് അല്ല. ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ സംസാരിക്കുന്നത് 2026 അല്ലേ, 2026. ഈ അമ്പലത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1300-കളിൽ 13-14 നൂറ്റാണ്ടിന്റെ കഥ പറയാം. ഏകദേശം 700 വർഷത്തിന്റെ മാറ്റം. അത് മാത്രമല്ല, ഈ ഹംപിയെ കുറിച്ചുള്ള പ്രത്യേകത, ഹംപിയിൽ 7-ാം നൂറ്റാണ്ട് മുതലുള്ള സംഗതികളുണ്ട്. ഏകദേശം 1700 വർഷം പഴക്കമുള്ള 1700 വർഷത്തെ ഒരു വലിയ ചരിത്രകഥ പറയാനുണ്ട്. നമുക്ക് ഓരോന്ന് കണ്ടറിയാം. ഗൈസ്, ഒരു സമയത്ത് കർണാടകയുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹംപിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നൊക്കെ ഒരു വലിയ ഇൻട്രോ പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം പറയാം. എല്ലാവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. എല്ലാവരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം ഉണ്ടാവും. ആ സ്ഥലമായിരിക്കും ഹംപി അല്ലേ? ഞാനൊക്കെ സത്യം പറഞ്ഞ 4 നമ്മളൊക്കെ കേട്ട് ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ കേൾക്കൂല. ആ കേട്ട അന്ന് മുതൽ ഈ ഒരു സ്ഥലത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ചാണ്. ഇവിടുത്തെ ഏകദേശ ചരിത്ര കഥയൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു സ്ഥലത്തേക്ക് വരണം. നമ്മളെ കേരളത്തിലെ കാസർഗോഡുള്ള ബേക്കൽ ഫോർട്ട് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 400, അതായത് 1500-കളിലാണ് നമ്മളെ ബേക്കൽ ഫോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് 1560-കളിലാണ് അതിന്റെ ചരിത്രകഥ ആരംഭിക്കുന്നത്. ഏകദേശം 400 വർഷം മുന്നേ നമ്മളവിടെ പോയിട്ടുണ്ട്, അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹംപിയുടെ ചരിത്രകഥ ആരംഭിക്കുന്നത് എത്രയാണെന്നറിയോ? 700-കളിലാണ്. 700-കളില് എന്നൊക്കെ പറയുമ്പോ ആ അത്രയും കാലഘട്ടത്തിന്റെ കഥ ഈ ഓരോ ചുവരുകൾക്കും പറയാനുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും എല്ലാവരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സംഗതി എന്താ അറിയോ? അന്ന് ഈ ക്ഷേത്രം ഇങ്ങനെ പണിതിട്ടുണ്ട്. കർണാടകയിലെ വിജയനഗര സാമ്രാജ്യം എന്നൊക്കെ പറയുമ്പോൾ വലിയ ക്യാപിറ്റൽ സിറ്റിയാണ്. അത്രയ്ക്കും ലോകത്തിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള
രണ്ടാമത്തെ ഒരു സ്ഥലമായിരുന്നു ഈ വിജയനഗര സാമ്രാജ്യം, വിജയനഗര എംപയർ എന്ന് പറയുന്നത്. ഇത് ഗൈസ്, അങ്ങനെ നമ്മൾ ഹംപിയിലെ ആദ്യത്തെ ഡേ ആട്ടോ, ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ വന്ന സമയത്ത് തന്നെ റൂമിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. റൂമിൻ്റെ തൊട്ടടുത്ത് റൂമുകൾ കിട്ടും. റൂംസൊക്കെ തലേദിവസം തന്നെ ബുക്ക് ചെയ്യണമെങ്കിൽ അത്ര നല്ലത്. തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഈ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെ റൂംസുകളുണ്ട്. പിന്നെ റെൻ്റെ ബൈക്ക് കിട്ടും, റെൻ്റെ സൈക്കിൾ കിട്ടും. ബൈക്ക് ഭയങ്കര ജാസ്തിയാണ്. ഞങ്ങളിപ്പോൾ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് അടുപ്പിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബൈക്ക് കിട്ടേണ്ട കാര്യം കുറച്ച് പ്രശ്നത്തിലാണ്. സൈക്കിളുണ്ട്, അവൈലബിൾ ഉണ്ട്. അപ്പോൾ ചെക്കൗട്ടിൻ്റെ ടൈം 9 PM ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ പറഞ്ഞു വെച്ച് വന്നിട്ടുണ്ട്. റൂം കിട്ടേണ്ടതാണ് എന്ന് പ്രതീക്ഷിക്കാം, കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഗൈസ്, ഈ വ്ളോഗ് പിന്നെ എന്തായാലും ട്രാവലേഴ്സ് കാണാം. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹിസ്റ്ററി നിറഞ്ഞ സംഗതികളാണ്. അത്യാവശ്യം ഞാൻ കട്ട് ചെയ്തായിരിക്കും ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്.